എന്താണ് എന്താണ് ഫോണോ? ഫ്രണ്ട്സ്, അപ്പം ഷൂട്ടിന്ന് ബ്രേക്ക് എടുത്തു ഗൈസ്. അപ്പം ഞങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി. ആൻഡ് നമ്മളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സാരീൻ്റെ ഒക്കെ. അപ്പം അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സാരിയാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സാരിയാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ വേറെ വേറെ സംഭവങ്ങൾ കൊണ്ടുവരും, ഡ്രസ്സുകൾ കൊണ്ടുവരും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സാരിയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ നമ്മൾ കൂടുതലും അത്. പിന്നെ ത്രയാവോഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പം നമ്മുടെ സാരീസൊക്കെ കാണാം. നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സാരീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഫസ്റ്റത്തെ സാരി ഗൈസ്, ഇതില് ഞാനൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ട്രാൻസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ. റെഡും അല്ല മെറൂണും അല്ല, ഒരു റെഡിഷ് മെറൂൺ ആണ്. ബ്ലാക്ക് ആണ് സാരി, ബ്ലാക്ക് ആണ്. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കുതേവോ. ഇത് മുന്താണിയാണ് കേട്ടോ വരുന്നത്. ഇത് ഈ റെഡ് വരുന്നത് മുന്താണിയാണ്. ഇങ്ങനെ അങ്ങനെയല്ല, തുറന്ന് കാണിച്ചു കൊടുക്ക്. ആക്ച്വലി സാരി പരിചയപ്പെടുത്താൻ ഇതാണ് ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. മൾക്കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ട്സ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മുന്താണി വരുന്നത് റെഡിഷ് മെറൂൺ ആണ് വരുന്നത്. അപ്പം നമ്മൾ താഴെ ബോർഡർ വരുന്നത് കുറച്ച് വീതിയുള്ള ബോർഡർ ആട്ടോ താഴെ വരുന്നത്. മേളിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വീതി കുറഞ്ഞിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദേവുദിന്റെ റീൽ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, ഒരു ട്രാൻസിഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാട്ടോ, നല്ല ഉടുത്ത ഇങ്ങനെ ഒതുങ്ങി കിടക്കണ ടൈപ്പാണ് സാരി. ഇത് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഓണത്തിന് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണിത്. നമ്മൾ മറ്റ് പേജുകളിൽ ഞാൻ ഈ സാരി റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല റേറ്റ് ആണ് കേട്ടോ പറഞ്ഞത്. നമ്മളെന്ന് പറയുന്നത് അത്ര റേറ്റ് ഇടാതെ നമ്മൾ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമ്മളിത് കൊടുക്കണത്. ഈ സാരിന്റെ റേറ്റ് ത്രയാവോഗ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോയിട്ട് ആ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത സാരി കാണിച്ചു കൊടുക്കുതേവോ. നെക്സ്റ്റ് സാരി ഇതാണ്. മൾച്ചന്തേരി മെറ്റീരിയൽ ആണ് കേട്ടോ ഗൈസ്. ഇത് മൾച്ചന്തേരി. ഇത് പിന്നെ ഇതിന്റെ ബ്ലൗസ് ആണ് കേട്ടോ, വിത്ത് ബ്ലൗസ് ആണ്. നേരത്തെ കാണിച്ചതിന് വിത്ത് ബ്ലൗസ് ഇല്ല, ഒരു പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതൊക്കെ റീല് ദേവ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇത് മുന്താണിയാണ് കേട്ടോ. അത് മുന്താണിയിൽ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. മുന്താണിയിൽ മാത്രല്ല അല്ലേ, മൊത്തത്തിലൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ഇത് അവിടെയൊക്കെ സ്റ്റോൺ ഉണ്ട്. മിററാണ് കേട്ടോ, മിറർ വർക്കാണ് കേട്ടോ. എങ്ങനെ മിററാണ് കേട്ടോ, മിറർ വർക്കാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. സാരി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ കാണിച്ച എല്ലാ സാരി അതിന്റെ ഡീറ്റെയിൽസും. ഫ്രണ്ട്സ്, അടുത്ത് കാണിക്കാൻ പോണത് കാഞ്ചി കോട്ടൺ ആണ്. ഇത് നേവി ബ്ലൂവും പിന്നെ പിങ്ക് കളറും വരുന്നതാണ് കേട്ടോ. പിന്നെ നേവി ബ്ലൂവും പിങ്കും മാത്രമേ കാഞ്ചിക്കോട്ടൺ. അടുത്ത് കാണിക്കും. ഇത് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ. ഇത് കോഫി ബ്രൗൺ ആണ്, കോഫിയാണ്. നല്ല രസമുള്ളൊരു കളറാണ് ഇത്. അടുത്ത് കാണിക്കേ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സാരി ആയിട്ട് ഉടുക്കാം, ധാവണി ആയിട്ട് അല്ലേ. ധാവണിക്കൊക്കെ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ടൈപ്പ് ധാവണിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മൂന്നും ധാവണിക്ക് എല്ലാം നല്ല അടിപൊളി സാരികളാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ഞങ്ങൾ താമസിച്ചു. പിന്നെ ഞാന് ഈ സാരി ഉടുത്തില്ലേ, ഈ സാരി ബ്ലാക്ക് ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻസ് ഈ സാരി ഉടുത്ത് റീൽ ഇട്ടപ്പോ ഒരു ബ്ലാക്ക് അല്ല റെഡ് ബ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. റെഡ് ബ്ലൗസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. റെഡ് കഴിഞ്ഞു. നേവി ബ്ലൂ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആ ബ്ലൗസ് ഭയങ്കര ഇഷ്ടമായി. കോളറിൽ നേവി ബ്ലൂ മാത്രമേ. അതെ, നേവി അതിന്റെ ബ്ലാക്ക് ഉണ്ട് തോന്നുന്നു. ഇത് നമുക്ക് സാരീന്റെ ബ്ലൗസ് ആയിട്ട് ഇടാം, അല്ലാതെ നമുക്ക് മിഡിയും ടോപ്പ് ഇടുമ്പോ അതിന്റെ ബ്ലൗസ് ആയിട്ട് ഇടാം ഗൈസ്. മീൻസ് ഷാൾ ഇല്ലാതെ ജസ്റ്റ് ബ്ലൗസ് ആയിട്ട് ഏതിനും പറ്റും. ഇനി വേണമെങ്കിൽ ഷാൾ ഇടണമെങ്കിൽ ഷാൾ ഇടാം.
ഏത് സ്റ്റൈലും പറ്റും. അതെ, ഇത് ഞാന് അതായത് ദേവുവിന്റെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. കാരണം ഇത് അല്ലേ ഫുൾ പാവാട, അതെ അതെ അതെ, ഫുള്ളായിട്ട് കിടക്കണ. അതെ, അമ്പലത്തിലൊക്കെ പോകുമ്പോഴൊക്കെ ഇടാം, എല്ലാം എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇടാം. നല്ല. അപ്പം ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ അവിടെ പോയിട്ട് എല്ലാവരും ചെക്ക് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ തന്ന അതേ സപ്പോർട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ തരിക. എന്താ ചേട്ടായി ഫ്രണ്ട്സ്, ഞങ്ങൾ സാരി ബിസിനസ് തുടങ്ങിയവർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിന് ഉള്ളിൽ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ കുറെ പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്, കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയായിരുന്നു ലൈവ് യൂട്യൂബിൽ. പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി ബിസിനസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർഡർ പേജിലോ അല്ലെങ്കിൽ ഷോപ്പിലോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ഈ സാരി ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ ആ സാരി നിങ്ങൾക്ക് വെറുതെ തരും. യെസ്, കാരണം അത്രയും കോൺഫിഡൻറ്റിലാണ് പറയുന്നത്. ഇത് ചെറിയ രീതിയിൽ തുടങ്ങുന്നുള്ളൂ, ഒരു സൈഡ് ബിസിനസ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതൊരു വൻ ബിസിനസ് ആക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഹായ്. അപ്പോൾ ഷൂട്ടിൻ്റെ ഇടയിലുള്ള എൻ്റർടൈൻമെൻറ്റ് എന്നാണ് കാണിച്ചു തരാം. ഞങ്ങൾ രണ്ടാളും ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയതാണ്. ഇത് അമ്മയ്ക്കാണ്, ഇത് ചേച്ചിക്ക്, ഇത് പപ്പയ്ക്ക്. ഇതെന്താ യു ഉണ്ണിമോള് എന്ന മേഘന. അർച്ചനേൻ്റെ കിട്ടിയില്ല എന്നാ പിന്നെ ദിയേന്റെ ഡിയും കിട്ടിയിട്ടില്ല. ഇതാരുണ്ടാക്കിയേ? ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയതാണ്. ബട്ടർഫ്ലൈ ആദ്യം ഇങ്ങനെ വെട്ടിയെടുത്തോ? മടക്കിയോ? നല്ല രസമുണ്ടല്ലോ ഫ്രണ്ട്സ്. ഇത് മറ്റേ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ റൗണ്ട് വരുന്നതും ഉണ്ട്, പിന്നെ മുത്തും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ റെയിൻബോ അങ്ങനത്തെ ചെയിൻ ഇതും ഉണ്ട്, പിന്നെ സ്റ്റാർസും ഉണ്ട്. ഇപ്പൊ എന്താ ചെയിൻ ഉണ്ടാക്കാൻ? എന്താ കാരണം എന്റെ നൂലില്ല, ഈർപ്പാണല്ലേ അതിന്റെ ഇത്? ആണോ? അതിങ്ങനെ സെറ്റ് ആയിട്ട് ഒന്നിച്ച് വരുന്നതാണോ അതോ സെപ്പറേറ്റ് മേടിക്കണാണോ? ആണോ? അപ്പൊ ഇനി അത് നമുക്ക് വേണമെങ്കിൽ ഇനി എന്താ ചെയ്യാ? സെപ്പറേറ്റ് ആയിട്ട് കിട്ടുവോ? വാങ്ങിക്കാൻ കിട്ടുവോ? സൂപ്പർ മാർക്കറ്റിൽ കിട്ടുമല്ലോ, ഫാൻസിയിലൊക്കെ കിട്ടുമായിരിക്കും. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാ അല്ലേ? ഓൺലൈനിൽ വാങ്ങിയതാ. ഇതും എന്താ ചെയിനിന്റെ നടുക്ക് വെക്കാനുള്ള മുത്തതാ കണ്ടില്ലേ? കൂടെ പിങ്കും ഉണ്ട്, ഇതുണ്ട്. ഇതൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിട്ടോ. നല്ല ഭംഗിയായിരുന്നു ഇതുകൊണ്ട് ചെയിൻ ഉണ്ടാക്കിയിട്ട് അല്ലേ? അതൊക്കെ എന്തിയേ? കാണിച്ചുതരാട്ടോ. ഞങ്ങളുടെ നീയ ചേച്ചി ഉണ്ടാക്കിയതാണ്. ഇതാണല്ലേ നടുക്കൊരു പർപ്പിൾ ഹാർട്ടും പിന്നെ പർപ്പിളും വൈറ്റും പർപ്പിളും വൈറ്റും. ഇതാരുണ്ടാക്കിയ? ഇത് നീയ ചേച്ചി. അനുണ്ടാക്കിയത് എവിടെ? ചേച്ചി ഉണ്ടാക്കിയത് അവിടെ. ഇതുണ്ടോ? ഇതിങ്ങനെ വലിയും. ഇത് ഈർപ്പം കൊണ്ടുണ്ടാക്കിയതാ അല്ലേ? കണ്ടില്ലേ? ഇതാണ് ഇതിത്തെ ഈർപ്പം. ഇതുണ്ടാക്കാൻ ഇതില്ല. അപ്പോൾ വൈറ്റ് കുറേ കഴിഞ്ഞ ഇതിലത്തെ മിക്സഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇതില്. ഇത് അടിപൊളിയാ. ഇതെവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാം. എന്താ ദൈവ പണി? ഞാൻ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ സാരിന്റെ. നമ്മൾ ഫുൾ വീഡിയോ എടുത്തപ്പോ അതിന്റെ ഷോർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേസ്ബുക്കിലും 6 മിനിറ്റ് ഉണ്ട് ഗൈസ്. 8 മിനിറ്റ് ഉണ്ട്, ചുരുക്കി 3 ആക്കണം. 8 മിനിറ്റ് ഉണ്ടോ? 8 മിനിറ്റ് ഉണ്ട്. അത് ശരി. ചേട്ടായി നല്ല മഴ വരുന്നുണ്ടല്ലോ. നല്ല മഴ വരുന്നുണ്ട്. ഇത്ര നേരം നല്ല കാലാവസ്ഥ, നല്ല കാലാവസ്ഥയായിരുന്നു. ഇപ്പൊ ഇരുണ്ട് മൂടി കിടക്കണം കേട്ടോ. ഇതെന്താ നിങ്ങളിവിടെ കളിക്കിട്ടോ. പുറത്ത് നല്ല മഴയാണ്. ഞാനിവിടെ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചത്, അച്ചാറ്, ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയും കറിയാണ് കേട്ടോ. വാ കഴിക്കാൻ വാ. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഞാൻ വെള്ളം എടുക്കട്ടെ. ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടാളും ഇവിടെ പുറത്തിരുന്നിട്ടാട്ടോ ചോറുണ്ണത്. മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ചോറുണ്ണാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ മുരിങ്ങയിലക്കറി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, അച്ചാറുണ്ട്. ഇതാണ് കേട്ടോ ചോറിന് ഇന്നത്തെ സ്പെഷ്യല്. കഴിക്കല്ലേ നമുക്ക്?
പകലത്തെ സീന് കഴിഞ്ഞു, ഇനി രാത്രി സീനാണ്. നാളെ ഉണ്ട് കേട്ടോ, നമ്മുടെ എപ്പിസോഡ് തീർന്നിട്ടില്ല, നാളെയും ഷൂട്ടുണ്ട്. അതറിയില്ല, ആദ്യം പോലെ അതിന് കിട്ടൂലല്ലോ. ഫ്രണ്ട്സ്, നാളെ ഫിഫ വേൾഡ് കപ്പിന്റെ മീൻസ് വേൾഡ് കപ്പ് പ്രമാണിച്ച് നാളെ എല്ലാ സ്കൂളിലും ലീവ് ആക്കിയല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും കമന്റ് ഇടുന്നുണ്ട് വീഡിയോയ്ക്ക്, നാളെ ഇട്ടോളൂ കേട്ടോ അതർ സൈഡിന്റെ നെക്സ്റ്റ് ലാസ്റ്റ് ഫൈനൽ പാർട്ട് നാളെ ഇട്ടോളൂ കേട്ടോ പറഞ്ഞിട്ട്. ഗൈസ്, ഇപ്പോഴാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണത്. നാളെ ഉണ്ട് ഷൂട്ട്, നാളെ രാത്രി ഉണ്ട് ഷൂട്ട്. ഇത് എപ്പോൾ ഇടാനാണ്? ഇത് നമ്മൾ അടുത്ത ആഴ്ച സാറ്റർഡേ ആണ് ഇടുക. കാരണം നമുക്ക് വെക്കേഷൻ ഉള്ള സമയത്ത്, അതായത് സ്കൂളില്ലാത്ത സമയത്തെ നമുക്ക് ഷൂട്ട് ചെയ്യൽ നടക്കുള്ളൂ. ഇപ്പം നമ്മൾ ലീവ് എടുക്കാറില്ല, ഷൂട്ടിങ്ങിനായിട്ട് നമ്മൾ ലീവ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ലീവ് ഏത് ദിവസമാണുള്ളത് അന്നാണ് നമ്മൾ വെബ് സീരീസിൻ്റെ ഷൂട്ട് ചെയ്യാറ്. അപ്പം നാളെയും ഷൂട്ടുണ്ട്, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഡേയിലും ഷൂട്ടുണ്ട്, ഇന്നും ഷൂട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത സാറ്റർഡേ ഉറപ്പായിട്ടും നമ്മൾ അതർ സൈഡിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ട് ഇടുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ടീ ബ്രേക്ക് ആണ് കേട്ടോ. പിന്നെ എനിക്ക് നാളെ 2 മണി മുതൽ 3:45 വരെ ക്ലാസ് ഉണ്ട് പറഞ്ഞിരുന്നു. ഇപ്പൊ അതും പോയി ഗൈസ്, ക്ലാസ് ഇല്ല, തീരെ ക്ലാസ് ഇല്ല. കാരണം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആര് ജയിക്കണം ആഗ്രഹം? കാര്യം ഈ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം മെസ്സി കൈ കൊണ്ട് ഗോളടിച്ചിട്ട് ഇവിടെ എത്തിയല്ലേ, എന്തിനാണ് നമ്മള് ദിയമോക്ക് ആര് ജയിക്കണതാ? ഓഫ് കോഴ്സ് അർജന്റീന. സ്പെയിൻ ആണോ? അർജന്റീനയുടെ ഓപ്പോസിറ്റ് എല്ലാ ടീമും ഞാനാവും. അതല്ല ദേവു, പക്ഷെ അർജന്റീനയുടെ ഓപ്പോസിറ്റ് ഹാളണ്ട് ആണെന്നുണ്ടെങ്കിൽ, നോർവേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അർജന്റീന ആയിരിക്കും. കാരണം നോർവേ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അനു ഏതാണ്? ഞാൻ പോർച്ചുഗലാണ്. എനിക്ക് അർജന്റീന എനിക്ക് പറ്റാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്താണ്. ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയുണ്ടാവും. അതെ അതെ, ദേവു ബ്രസീലാണ്. പക്ഷെ ഞാൻ എന്റെ സ്വന്തം അർജന്റീന. അമ്മ അർജന്റീന, ദിയമോൾ അർജന്റീന, അഭിമാമൻ അർജന്റീന, അച്ഛൻ ബ്രസീലാ. ആണോ? എന്താണ് ഫോണോ? എന്താ കാണിക്കണേ? പൊട്ടിയോ? ഇത് ഒറിജിനൽ, ഇത് പൊട്ടിപ്പൊളിഞ്ഞ ഫോണ്. ഇൻസ്റ്റാഗ്രാം അർജന്റീനയുടെ കളിയുണ്ട്. അപ്പൊ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനി നാളെ ഉണ്ട്. അപ്പം നാളെ ഷൂട്ട് ഉണ്ട് രാവിലെ മുതൽ. അർജന്റീനയുടെ കളിയുണ്ട്. അച്ഛനെ ഏതാ ടീം എന്നൊന്ന് പറഞ്ഞെടുത്താ? വഞ്ഞപ്പട പോയി. ഫ്രണ്ട്സ്, അപ്പം ആരും മറക്കരുത് നമ്മുടെ സാരീന്റെ കാര്യം. ത്രയാബോഗ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ DM ചെയ്യുക ഗൈസ്. അപ്പം മേടിച്ച് സപ്പോർട്ട് ചെയ്യാ. ഇനിയിപ്പൊ ഇപ്പൊ നമ്മള് സാരിയിൽ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോ ഇപ്പൊ ദേവൊക്കെ ഇടുന്ന കൂട്ട് പിന്നെ ടോപ്പുകളും ജീൻസും ടോപ്പും അങ്ങനത്തെ പിന്നെ കുർത്തകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാ. സോ ബൈ ബൈ.